السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്നതിൽ നാം പഠിക്കുന്ന ഗ്രന്ഥം അത്തഫ്സീറുൽ വാദിഹ് അലാ നഹ്ജി സലഫി സ്വാലിഹ് എന്ന മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള കിതാബാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ മുഅല്ലിഫ് റഹിമഹുല്ലയുടെ മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലയുടെ ചെറിയ രീതിയിലുള്ള ജീവചരിത്രവും അദ്ദേഹം സലഫി ദഅവയിൽ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ദഅവയിൽ സഹിച്ച ത്യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ പരിശ്രമം പ്രധാനമായും ഷാം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ദഅവ പ്രവർത്തനങ്ങളെയും പറ്റിയെല്ലാം നാം സൂചിപ്പിച്ചു. അതിനോട് തുടർന്ന് ഒരാരംഭം എന്നോണം അദ്ദേഹത്തിൻ്റെ തഫ്സീർ സൂറത്തു ഖാഫാണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തു ഖാഫിലെ ആദ്യത്തെ ആയത്ത് അത് തുടക്കമെന്ന നിലക്ക് വായിക്കുകയും ചെയ്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തു ഖാഫിൻ്റെ തഫ്സീർ ആരംഭിക്കുമ്പോൾ അതിനു മുമ്പായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, സൂറത്തു ഖാഫ് എന്നുള്ളത് ചില പ്രത്യേകതകൾ ഹദീസിൽ വന്നിട്ടുള്ള ഒരു സൂറത്താണ്. ചില പ്രത്യേകതകൾ സൂറത്തു ഖാഫുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, അതുപോലെ ഇബ്നു മാജ അങ്ങനെയുള്ള അഹ്ലുസുനൻ അസ്ഹാബുസുനൻ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ, ഒരു റിവായത്തിൽ, അന്ന ഉമർ ബിൻ ഖത്താബ് സഅല അബാ വാഖിദ് അൽ-ലൈസി, അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ഈദ്, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കാരത്തിൽ അഥവാ പെരുന്നാൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്, സൂറത്തുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. ഖാല, അപ്പോൾ അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖാഫ് വഖ്തറബത്, സൂറത്തു ഖാഫും അതുപോലെ സൂറത്തുൽ ഖമറും, വഖ്തറബത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖമറുമാണ് ഓതാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾ ഒരുമിക്കുന്ന ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടമാക്കുന്ന ഈദ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ഖാഫ് പാരായണം ചെയ്യാറുണ്ട്. മറ്റൊരു റിവായത്തിൽ, ഇമാം അഹ്മദ് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ ഹദീസിൽ കാണാം, അൻ ഉമ്മി ഹിശാമിൻ ബിൻതി ഹാരിസത ഖാലത്ത്, ഉമ്മു ഹിശാം എന്ന സ്ത്രീ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഖാലത്ത്, അവർ പറഞ്ഞു, ലഖദ് കാന തന്നൂറുന വതന്നൂറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദൻ സനതൈൻ ഔ സനതൻ വബഅദ സനതിൻ, ഞങ്ങളുടെയും അഥവാ അവരുടെ കുടുംബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെയും അഥവാ ഏതെങ്കിലും ഭാര്യമാരുടെ അടുപ്പ് ഒന്നായിരുന്നു. അഥവാ അന്ന് എല്ലാ വീടുകളിലും അടുപ്പുണ്ടാകുന്ന രീതിയല്ല ഉണ്ടാവുക. എല്ലാ ചെറിയ സൗകര്യമായിരിക്കും, ഒരൊറ്റ മുറിയിൽ കിടന്നുറങ്ങുന്നതും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാചകം ചെയ്യാനൊക്കെ പൊതുവായിട്ടുള്ള തന്നൂറുകൾ ഉണ്ടാകും, പിന്നെ അടുപ്പുകൾ, അതുപോലെ കുളിക്കാൻ വേണ്ടി പൊതുവായിട്ടുള്ള ഹമ്മാമുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ കാണാം. സ്ത്രീകൾക്ക് മാത്രമായി പുരുഷന്മാർക്ക് ബന്ധപ്പെട്ട മസാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ പൊതുവായിട്ടുള്ള അടുക്കള ഉണ്ടാകും ചില കുടുംബങ്ങൾക്കൊന്ന് എന്ന നിലക്ക്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അഥവാ ഏതെങ്കിലും ഭാര്യമാരുടെയും ഈ തന്നൂർ ഒന്നായിരുന്നു. അപ്പോൾ അത്രയും അടുപ്പമുണ്ടായിരുന്നു. വമാ അഖദ്തു, എന്നിട്ട് അസ്രി പറയുകയാണ്, വമാ അഖദ്തു ഖാഫ് വൽ ഖുർആനിൽ മജീദ് ഇല്ലാ അലാ ലിസാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൂറത്തു ഖാഫ് എന്നുള്ളത് ഞാൻ പഠിച്ചത്, എനിക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേരിട്ടാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് കേട്ടിട്ടാണ് ഞാൻ സൂറത്തു ഖാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
وكان يقرأها كل يوم جمعة على المنبر إذا خطب الناس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖുതുബ നിർവഹിക്കുമ്പോഴെല്ലാം ഈ സൂറത്ത് ഖാഫ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാം. മറ്റൊരു റിവായത്തിൽ കാണാം അബൂ ദാവൂദ് അൻ ഇബ്നത്തിൽ ഹാരിസത്ത് ബിൻ നുഅ്മാൻ, ഇതേ സ്ത്രീയിൽ നിന്ന് ഇതേ ആശയത്തിൽ മാ ഹഫിൾതു ഖാഫ് ഇല്ലാ മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ബിഹാ കുല്ല ജുമുഅത്തിൻ. ഞാൻ സൂറത്ത് ഖാഫ് ഹിഫ്ളാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടാണ് ജുമുഅകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്ത് ഖാഫ് ഓതിയിരുന്നു, അല്ലെങ്കിൽ സൂറത്ത് ഖാഫ് മാത്രമാണ് ഖുതുബ നിർവഹിച്ചത് എന്നല്ല. ഖുതുബകളിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ ധാരാളമായി സൂറത്ത് ഖാഫിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നു, അതിനെ പരാമർശിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ധാരാളം ഓർമ്മപ്പെടുത്താൻ വേണ്ടി സൂറത്ത് ഖാഫ് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ട് ഉലമാക്കൾ പറയുന്നത്. എന്താണ് കാരണം? എന്താണ് സൂറത്ത് ഖാഫ് ഇത്രയധികം വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ജുമുഅകളിൽ ഇത്രയധികം ഓർമ്മിപ്പിക്കാൻ? അഥവാ ആ സ്ത്രീ ഹിഫ്ളാക്കിയത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിൽ നിന്ന് കേട്ടിട്ടാണ്. അപ്പോൾ എന്താണ് ഇത്രയധികം അത് ഓർമ്മപ്പെടുത്താനുള്ള പ്രാധാന്യം എന്താണ്? കാരണം അതിൽ ഇബ്തിദാഉൽ ഖൽഖ്, സൃഷ്ടിപ്പിൻ്റെ ആരംഭം, അതുപോലെ ബഅത്ത്, പുനരുദ്ധാനം, അതുപോലെ മആദ്, ഉയർത്തെഴുന്നേൽപ്പ്, അതിൻ്റെ ഒരുമിച്ച് കൂട്ടൽ, വിചാരണ, ശിക്ഷ, നരകം, സ്വർഗം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്ത് ഖാഫ്. അതുകൊണ്ടാണ് ഇത്രയും അധികം പ്രാധാന്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ ജുമുഅകളിൽ ഈ സൂറത്തിനെ പറ്റി ഈ സൂറത്തിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി സൂറത്ത് ഖാഫിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് നസീബ് റിഫാഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള തഫ്സീർ നമുക്ക് വായിക്കാം. അതിൻ്റെ ആശയങ്ങൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കാം. സൂറത്ത് ഖാഫ് നമ്മൾ കഴിഞ്ഞ ദർസിൽ ഒന്ന് ആരംഭിച്ചു, അതിൻ്റെ തുടക്കം വായിച്ചു. മക്കിയത്തുൻ ഇല്ലൽ ആയ, ഒരായത്ത് ഒഴികെ ബാക്കിയെല്ലാം മക്കിയായിട്ടുള്ള ആയത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരായത്ത് 38-ാമത്തെ ആയത്ത് ഒഴികെയുള്ള ആയത്തുകൾ 38-ാമത്തേത് വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ് എന്നുള്ള ആയത്ത് ഒഴികെ ബാക്കിയുള്ള ആയത്തുകളെല്ലാം മക്കിയാണ് എന്നുള്ളതാണ് ഉലമാക്കളുടെ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ചില പണ്ഡിതന്മാർ മദനിയാണെന്ന് അഭിപ്രായപ്പെട്ട് കാണാം, പക്ഷേ ഇല്ല, മക്കിയായതാണ് ഈ സൂറത്ത്. 45 ആയത്തുകളാണുള്ളത്. ഇറങ്ങിയ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ മുർസലാത്തിന് ശേഷമാണ് സൂറത്ത് ഖാഫ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ആരംഭം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നമ്മൾ തഫ്സീറിൻ്റെ പ്രത്യേകത കഴിഞ്ഞ ദർസിൽ പറഞ്ഞു. ഓരോ ആയത്തിനെയും മുറിച്ച് അതിൻ്റെ ആവശ്യ സമയത്ത് വിശദീകരിച്ച്, ചില ആയത്തുകൾ കണ്ടാൽ നമുക്കറിയാം ആയത്തിനെ തുടർന്നുകൊണ്ട് തന്നെ എഴുതുന്ന രീതിയിലാണ് തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, അതാണ് ആരംഭം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് എന്നുള്ളത് ഹർഫും മിനൽ അഹ്റഫിൽ മുഖത്തഅ അല്ലതി ഇഫ്തതഹ അല്ലാഹു ഫീഹാ അവൈല ബഅദി സുവർ. ചില സൂറത്തുകളുടെ ആരംഭത്തിൽ അല്ലാഹു തആല കൊടുത്തതുപോലെ സൂറത്ത് ഖാഫ് എന്നുള്ളത് അഹ്റഫുൽ മുഖത്തഅ, ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്ന, പ്രത്യേകമായി എടുത്തു കൊടുക്കുന്ന ഒരു ഹർഫ് ആണ് എന്ന നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൂറത്ത് ഖാഫിലെ ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ള ഖാഫ് എന്താണ് എന്നുള്ളതിൽ ധാരാളം അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രബലമായിട്ടുള്ള 5ഓളം അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങളായിട്ടുള്ള മുജാഹിദ്, ദഹ്ഹാഖ് എന്നിവരിൽ നിന്നെല്ലാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവെല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില അഭിപ്രായങ്ങൾ നമുക്ക് സൂചിപ്പിക്കും. ഒന്ന്, അതൊരു പർവ്വതത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞത് കാണാം. അതൊരു പർവ്വതത്തിൻ്റെ, ആ പർവ്വതം നരകത്തിലുള്ളതാണ് എന്ന നിലക്കും അങ്ങനെയുള്ള ആശയത്തിലെല്ലാം ഖാഫ് എന്നുള്ളത് ഒരു പർവ്വതത്തിൻ്റെ പേരാണ് എന്ന് കാണാം. വേറെ ഒരു അഭിപ്രായമായിട്ട് വന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഖാഫ് എന്ന് തുടങ്ങുന്ന ഖാഹിർ, ഖഹാർ, ഖാദിർ, ഖദീർ എന്നിപോലെയുള്ള നാമങ്ങളെ സൂചിപ്പിക്കാനാണ് ഖാഫ് എന്നുള്ള ഈ ഒരു ഹർഫ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം കാണാം. അതല്ല ഖുർആനിലെ ഒരു ഹർഫ് എന്ന നിലക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അറബി അക്ഷരങ്ങളിലെ ഒരു അക്ഷരം എന്ന നിലക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാം. എന്തായാലും അതിൻ്റെ ആശയം കൂടുതൽ നമുക്ക് വ്യക്തമായില്ല. സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവേ ഇതുപോലെയുള്ള അക്ഷരങ്ങളുടെ ആശയം വ്യക്തമല്ല. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്നുള്ള തുടങ്ങുന്നത്, ആ തുടങ്ങുന്ന അക്ഷരങ്ങൾ, അത് അക്ഷരങ്ങളാണ്, ഹർഫുകളാണ്. പിന്നെ അതിൻ്റെ തുടക്കത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം അതിനെ തഫ്സീർ ചെയ്തതിൽ കാണാം. അതിലൊന്നാമത്തേത്
അലിഫ് ലാം മീം ഈ 3 ഹർഫാണല്ലോ. അതിൽ അലിഫ് എന്നുള്ളതിൻ്റെ ശബ്ദത്തിൻ്റെ ഉച്ചാരണം വരുന്നത് ഹംസ വരുന്നത് തൊണ്ടയുടെ ഭാഗത്തു നിന്നാണ്. ലാം എന്നുള്ളത് വായുടെ ഭാഗത്തു നിന്നാണ്. വായുടെ അകത്തെ ഏറ്റവും കനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിൽ പറയുന്ന ഒരു വാക്കാണ് ലാം എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ശക്തിയിൽ വരുന്ന. മീം എന്നുള്ളത് ചുണ്ടിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഖുർആനിലെ ആയത്തുകൾ അറബിയിലാണ്. അറബിയുടെ അക്ഷരങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള 3 മഖ്റജുകൾ, അത് തൊണ്ട മുതൽ ചുണ്ട് വരെയാണ് ഇനിയുള്ള അക്ഷരങ്ങളെല്ലാം വരുന്നത് എന്നറിയിക്കുന്ന ഒരാശയമാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നെല്ലാം കാണാം. അങ്ങനെ ഓരോന്നിനെയും പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഖാഫ് എന്നുള്ളത് ഇതുപോലെയുള്ള അറബിയിലെ ഒരു ഹർഫാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞു വൽ ഖുർആനിൽ മജീദ്. ഖുർആൻ എന്ന് നമുക്കറിയാം പാരായണം ചെയ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടുള്ള ലോകാവസാനം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ സംസാരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ളതാണ് ഖുർആൻ എന്നുള്ളത്. എല്ലാ നബിമാർക്കും അവർക്ക് നൽകപ്പെട്ട കിതാബുകൾ അവരുടെ ഖുർആനാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖുർആനാണ്. ഹദീസിൽ ഖുർആൻ എന്നുള്ള പേരിൽ തന്നെ വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് ഇഞ്ചീൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖുർആനാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖുർആനാണ് പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ആശയത്തിൽ ഓരോ നബിമാർക്കും ലഭിച്ചിട്ടുള്ള കിതാബ് ഏതാണോ അതാ നബിമാരുടെ ഖുർആനാണ്. ഹദീസിൽ ആ നബിമാരുടെ കിതാബുകളെ ഖുർആൻ എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മജീദ് എന്ന് പറഞ്ഞാൽ മഹത്തരമായിട്ടുള്ളത്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അവസാനത്തെ വേദഗ്രന്ഥമായിട്ടുള്ള ഖുർആനിനെ സംബന്ധിച്ചിട്ടാണ്. ഖസമുൻ ബിൽ ഖുർആനിൽ കരീം അലാ സാഇരിൽ കുതുബ്. ഇവിടെ വൽ ഖുർആനിൽ മജീദ് എന്നുള്ള വാവിനെ അറബി ഭാഷയിൽ വാവുൽ ഖസം എന്ന് പറയും. ഇപ്പം നമ്മൾ സത്യം ചെയ്ത് പറയാൻ ഹലിഫ് നടത്താൻ വല്ലാഹി. അതുപോലെ തന്നെ അള്ളാഹു തആല ഖുർആനിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന സൃഷ്ടികളെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വശംസി വദുഹാഹ, അതുപോലെ തന്നെ വൽ ഫജ്ർ വദ്ദുഹാ എന്നിങ്ങനെയൊക്കെ. അപ്പോൾ ആ വാവിനെ വാവുൽ ഖസം അഥവാ സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അതിനുശേഷം വരുന്ന വാക്കിന് ജറാണ് ഇടുക. അത് വല്ലാഹി പറയുന്നത് പോലെ വൽ ഖുർആനി എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അറബി ഭാഷയിൽ ഒരു കാര്യം സത്യം ചെയ്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് പറയുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സത്യം ചെയ്ത് പറയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഖസം ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു 2 വാക്കുകളാണ് തല്ലാഹി ബില്ലാഹി എന്നുള്ളത്. വല്ലാഹി തല്ലാഹി ബില്ലാഹി എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഹംസ ഉപയോഗിച്ചിട്ടും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പ്രധാനമായും ഈ 3 അധികവും വാവാണ് ഉപയോഗിക്കാറുള്ളത്. വൽ ഖുർആനിൽ മജീദ് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാഷാപരമായിട്ടുള്ളൊരു നിയമം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്തെങ്കിലും ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിമകൾ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ് എങ്കിൽ അതിനുശേഷം എന്താണോ സത്യം ചെയ്ത് പറയുന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനാണല്ലോ സത്യം ചെയ്ത് പറയുക, അതിനെ ജവാബുൽ ഖസം എന്നാണ് അറബിയിൽ പറയുക. ജവാബുൽ ഖസം. നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം പറയാണ്. അപ്പോൾ ആ ഖസമിൻ്റെ ഉദ്ദേശം എന്താണ്? അടുത്ത് പറയുന്ന കാര്യമാണ്. വല്ലാഹി ഞാൻ ഇനി കളവ് പറയുകയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ ജവാബ്? ഞാൻ ഇനി കളവ് പറയുകയില്ല. ഒരു ജവാബുൽ ഖസം വേണം. അപ്പോൾ ഇവിടെ ഈ സൂറത്തിൽ ഇവിടെ ഖുർആൻ കൊണ്ട് മഹത്തരമായ എന്ന വിശേഷണം കൊടുത്തുകൊണ്ട് ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ഖസം നടത്തി സത്യം ചെയ്തു പറഞ്ഞു. എന്നിട്ട് പറയാൻ ജവാബുൽ ഖസം ഹുവ മദ്മൂനുൽ കലാമി ബഅദൽ ഖസം വഹുവ ഇസ്ബാത്തുൻ നുബുവ. എന്നാൽ ഇതിനുള്ള ജവാബായിക്കൊണ്ട് പ്രത്യേകമായിട്ടൊരു കാര്യം ഈ സൂറത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. ഇതിനുള്ള ജവാബായിക്കൊണ്ട് പ്രത്യേകമായിട്ടൊരു കാര്യം ഈ സൂറത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് ചർച്ച. അപ്പോൾ എന്താണ് അവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത്? അവിടെ പറയാണ് ഹുവ മദ്മൂനുൽ കലാം. അത് ഇനി വരുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനിടയിൽ ഗോപ്യമായി കിടക്കുന്ന ചില കാര്യങ്ങളാണ്. ഖസ്മിന് ശേഷം വന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഹുവ ഇസ്ബാത്തുൻ നുബുവ. നുബൂവത്തിനെ സ്ഥിരപ്പെടുത്തലാണ്. അഥവാ ഇനിയുള്ള ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ സംബന്ധിച്ചും റിസാലത്തിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും വിചാരണയെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ പറ്റിയാണ് വഇസ്ബാത്തുൽ മആദ്. അതുപോലെ തന്നെ പരലോകത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. ഇതൊക്കെയാണ് ജവാബ് ഉദ്ദേശം എന്നുള്ളത്. വതഖരീറുഹു വതഹ്ഖീഖുഹു. അതിനെ ഉറപ്പിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ജവാബുകൾ വന്നിട്ടുള്ളത് എന്ന് കാണാം. ഇതിൻ്റെ ജവാബുകൾ വന്നിട്ടുള്ളത്.
ചില പണ്ഡിതന്മാർ ഇതിന്റെ ജവാബ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും എന്ന 4-ാമത്തെ ആയത്താണ് എന്നുള്ള ഉദ്ദേശത്തിലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭാഷാപരമായിട്ട് ചില നിയമങ്ങളുണ്ട്. ജവാബ് ഖസ്മിന് ഖദ് ലഖദ് എന്ന് ഉപയോഗിക്കുന്നത് അലാമില്ലാതെ ഖദ് മാത്രം ഉപയോഗിച്ച് ചെയ്യാം, അതുകൊണ്ട് അതാണ് വരിക എന്നുള്ളതെല്ലാം ഭാഷാപരമായി തഫ്സീർ ചെയ്യുന്ന ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സൂറത്തിൽ പരാമർശിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഈ സത്യം ചെയ്ത് പറഞ്ഞതിൻ്റെ, ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നതിൻ്റെ ബാക്കിയാണ്. എന്തൊക്കെയാണ്? നുബുവത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പരലോകത്തിൻ്റെ മടങ്ങിച്ചെല്ലുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെ, അതുപോലെ അതിനെ സത്യപ്പെടുത്തുന്ന ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. വഇല്ലം യകുനിൽ ഖസ്മു യതലഖാ ലഫ്വൻ. എന്നിട്ട് ഈ ഭാഷാപരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാണ്. ഖുർആനിൻ്റെ രീതിയെ പറ്റി പറയാണ്. ലഫ്ദ് കൊണ്ട് അഥവാ പ്രത്യേകം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുന്ന കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിലും, പരാമർശിച്ചില്ല എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ വല്ലാഹി ഞാൻ ഇതിന് കളവ് പറയില്ല, എന്നാൽ കളവ് പറയില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഇതുപോലെ കാര്യങ്ങൾ പരാമർശിക്കുന്നത് അതിൻ്റെ ജവാബായി പരിഗണിക്കും. ഫഹാദാ കസീറുൻ ഫി അഖ്സാമിൽ ഖുർആൻ. അത് ഖുർആനിലെ ധാരാളം ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്ന ധാരാളം ഭാഗങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളതിൽ ഈ ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറയുന്നതിൽ ഈ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. അത് പ്രധാനമായും നുബുവത്തിനെ സ്ഥിരപ്പെടുത്തുന്ന, റിസാലത്തിനെ സ്ഥിരപ്പെടുത്തുന്ന, പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്ന, ഉറപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും. ബൽ അജിബു, പക്ഷേ അവർ അത്ഭുതപ്പെടുന്നു. അവർ എന്നുദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും നുബുവത്തിനെയും കളവാക്കുന്ന മുശ്രിക്കീങ്ങളെയും കുഫാറുകളെയും പറ്റി പറയാണ്. അവർ അത്ഭുതം കൊള്ളുന്നു. അൻ ജാഅഹും, അവരിലേക്ക് വന്നതിനെ സംബന്ധിച്ച്, മുൻദിറുൻ, താക്കീതുകാരൻ, മിൻഹും, അവരിൽ നിന്ന്. മുൻദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കീത് ചെയ്യുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട 2 വിശേഷണങ്ങളാണ്, അഥവാ എല്ലാ നബിമാർക്കുമുള്ള വിശേഷണങ്ങളാണ്. ഒന്നവരെന്താണ്? നദീറാണ്. 2 ബഷീറാണ്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യുന്നവൻ, ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. എന്തിനെ തൊട്ടാണ് അവർ നദീറാകുന്നത്, താക്കീത് ചെയ്യുന്നത്? പരലോകത്ത് നരകത്തെ സംബന്ധിച്ചും ആ ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ കോപത്തെ സംബന്ധിച്ചും അതുപോലെയുള്ള കാര്യങ്ങൾ. ബഷീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും പരലോകത്തും ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നാളെ സ്വർഗവും അതിനെ പറ്റിയുള്ള സന്തോഷ വാർത്ത. അപ്പോൾ ഇവിടെ ഈ കുഫാറുകളെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ നിഷേധികളായ ആളുകളെ പറ്റി പരാമർശിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ് മുൻദിറുൻ, താക്കീതുകാരൻ. അവർ ഈ രീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിൽ പങ്കുചേർത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതെയൊക്കെയാണ് ജീവിക്കുന്നത് എങ്കിൽ എന്ന നിലക്ക് അവരെ മുൻദിർ, താക്കീതുകാരൻ എന്ന് പറയുകയാണ്. അവരിൽ നിന്ന് തന്നെയുള്ള താക്കീതുകാരൻ വന്നു എന്നുള്ളത് അവർക്ക് അത്ഭുതം കൊള്ളുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അംഗീകരിക്കുന്നതിൽ അതൊരു മനുഷ്യനാണ് എന്ന നിലക്കും അതുപോലെയുള്ള പല രീതിയിൽ കുഫാറുകൾ, മുശ്രിക്കീങ്ങൾ തള്ളിക്കളയാറുണ്ടായിരുന്നു. ധാരാളം ആയത്തുകൾ സൂറത്തുൽ ഇസ്രായിലും അതുപോലെ ധാരാളം ആയത്തുകൾ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണോ റസൂലായി അയച്ചിട്ടുള്ളത്, ഇതെന്താണ് ഈ റസൂൽ ഇങ്ങനെ, അല്ലെങ്കിൽ അന്ന് മക്കയിലും തായിഫിലുമുള്ള ഉന്നതരായിട്ടുള്ള ആളുകളെ റസൂലായി നിയോഗിക്കാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നിയോഗിച്ചത് എന്ന നിലക്കൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് തഫ്സീറിൽ കാണാൻ മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാ, മുഅല്ലിഫ് റഹിമഹുല്ലാ പറയുന്നു, ഐ തഅജ്ജബു മിൻ അൻ യകൂന റസൂലും മിൻഹും മിനൽ ബശർ. അവർ അത്ഭുതം കൊള്ളുന്നു, അവർക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ഒരു റസൂൽ അവരെ പോലെ മനുഷ്യരായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതിൽ അവർ അത്ഭുതം കൊള്ളുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനുള്ള മറുപടി അല്ലാഹു തആല ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെയാണോ റസൂലായി അയച്ചത്, മലക്കിനെ അയക്കാമായിരുന്നില്ല എന്നുള്ളതിന് അല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? ഭൂമിയിൽ മലക്കുകളായിരുന്നുവെങ്കിൽ ഞാൻ മലക്കിനെ റസൂലായി അയക്കുമായിരുന്നു. റസൂലിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഒരു ശരീഅത്തിനെ, ദീനിനെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതെങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കണം എന്ന് ഉലമാക്കൾ ഓർമ്മിപ്പിക്കാറുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഇൽമായിക്കൊണ്ട് ഉലമാക്കൾ ഓർമ്മിപ്പിക്കാറുള്ളത്. ഖുർആൻ പഠിക്കണം പറയും, ഹദീസ് പഠിക്കണം പറയും. ആ കൂട്ടത്തിൽ ഈമാൻ വർദ്ധിക്കാനും അതുപോലെ തന്നെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ഉലമാക്കൾ പ്രോത്സാഹിപ്പിക്കാറുള്ള ഒരു ഇൽമാണ് സീറ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുക എന്നുള്ളത് എന്തിനാണ്? കാരണം ഈ ഖുർആനിനെയും ഈ ഹദീസിനെയും എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് അവൻ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ, അത് പഠിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് സീറ പഠിക്കണം എന്നുള്ളത് ഉലമാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുള്ളതും. സീറ പഠിക്കുന്നതിൻ്റെ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ചെറുപ്പത്തിൽ കുറേ കേട്ടതല്ലേ, അത് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, അതൊരു കഥ മാത്രമല്ലേ, നമുക്ക് ഖുർആനും ഹദീസും മാത്രം പഠിച്ചാൽ പോരെ. അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെ മസായിലുകളും ഹദീസിൻ്റെ ഉസൂലുകളും അങ്ങനെ തുടങ്ങി ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരെ, സീറൊന്നും പഠിക്കേണ്ടല്ലോ എന്നുള്ളൊരു ധാരണ പൊതുവേ ആളുകൾക്കിടയിൽ കാണാറുണ്ട്. അങ്ങനെയല്ല, സീറക്ക് വലിയ പ്രാധാന്യമുണ്ട്. വലിയ വലിയ ഫുഖഹാക്കളും ഉലമാക്കളും സീറയിൽ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയുടെ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ഇബ്നു ഖുദാമ അപ്പോൾ തന്നെ മുഖ്തസറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ കിതാബായിട്ട് എഴുതി, അദ്ദേഹം ശിഷ്യന്മാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ട്. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ കവിതാരൂപത്തിലും അതല്ലാതെയും ആധുനികരായിട്ടുള്ളവരും മുൻപുള്ളവരും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയുടെ വിഷയത്തിൽ കിതാബുകൾ പല രീതിയിൽ ബൃഹത്തായിക്കൊണ്ടും വിശാലമായിക്കൊണ്ടും സംക്ഷിപ്തമായിക്കൊണ്ടും ചുരുക്കിക്കൊണ്ടുമെല്ലാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു മാത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായ കൂട്ടത്തിൽ റസൂൽ വന്നത് അവർ അത്ഭുതപ്പെടുന്നു. ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബുൻ. ഫഖാലൽ കാഫിറൂൻ, കാഫിരീങ്ങൾ പറയുന്നു ഹാദാ ശൈഉൻ അജീബുൻ, ഇത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്, ഈ അത്ഭുതകര ഹാദാ ഷൈഉൻ എന്നുള്ളത് അടുത്ത ആയത്തിലാണ് വരുന്നത്. എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഹാദാ ഷൈഉൻ അജീബുൻ, ഇത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അടുത്ത ആയത്തിലാണ്. ഐ മുസ്തഗ്രിബുൻ മുസ്തബ്ഇദുൻ. മുസ്തഗ്രിബുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരീബായത്, അഥവാ ഒറ്റപ്പെട്ട, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത. മുസ്തബ്ഇദും പറഞ്ഞ വിദൂരമായത്, ഒരു ചാൻസും ഇല്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത കാര്യമാണ്. അതെന്താ കാര്യമെന്ന് അടുത്ത ആയത്തിൽ പറഞ്ഞു. കാരണം റസൂല് വന്നത് അവർ അത്ഭുതം കൊള്ളുന്നു, ആ റസൂല് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അവർ അത്ഭുതപ്പെടുന്നു, ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. അപ്പം എന്താണ് ആ കാര്യം? ആ കാര്യത്തെ പറ്റി പറയാണ്. അഇദാ മിത്നാ വകുന്നാ തുറാബൻ. ആ കാര്യം ഹാദാ ശൈഉൻ എന്ന് പറഞ്ഞ കാര്യം അടുത്ത ആയത്തിലാണ്, മൂന്നാമത്തെ ആയത്തിലാണ്. അഇദാ മിത്നാ, കുഫാറുകൾ പറഞ്ഞ വാക്കാണ്. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ, നാം മരിച്ചു കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ, നാം മണ്ണായി കഴിഞ്ഞാൽ, നാം മരിച്ചു കഴിഞ്ഞ് മണ്ണായി കഴിഞ്ഞാൽ, ഐ ഇസ്തഹാലത്ത് അജ്സാമുന ഇലാ തുറാബിൻ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്തഹാലത്ത് അജ്സാമുന, ഞങ്ങളുടെ ശരീരങ്ങളെല്ലാം മാറുന്നു, ഇലാ തുറാബിൻ, മണ്ണായിക്കൊണ്ട് മാറുന്നു. ഇപ്പോൾ ഏത് മനുഷ്യൻ്റെയും ശരീരം പൊതുവെ അന്ന് കാലത്തുള്ള അധിക കാലഘട്ടത്തിലുമുള്ള രീതി അവരെ മറവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അറിയാം, മനുഷ്യനെ മണ്ണിൽ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജീർണിച്ച് മണ്ണിൽ ലയിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഏത് കാലത്തും കുഫാറുകൾക്ക് അത്ഭുതമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ബഅസാണ്, പുനരുദ്ധാനമാണ്, ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ? അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ? അവർക്ക് എല്ലാ കാലത്തും, ഇന്ന് ജീവിക്കുന്നവരാവട്ടെ അന്ന് ജീവിക്കുന്നവരാവട്ടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, തൗഹീദിനെ നിഷേധിക്കുന്ന, ദീനിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ സംശയം, മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരുമോ? അവർക്കും സംശയം. ഇസ്തഹാലത്ത് അജ്സാമുന ഇലാ തുറാബിൻ, മണ്ണായിട്ട് ഞങ്ങളുടെ ശരീരം മാറിക്കഴിഞ്ഞാൽ, ഇഖ്തലത ബി തുറാബിൽ അർദ്, അഥവാ ഭൂമിയുടെ മണ്ണിലേക്ക് മിക്സായി കഴിഞ്ഞാൽ, കൂടിക്കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ബാക്കി ആയത്ത് ദാലിക റജ്ഉൻ ബഈദുൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ കാര്യം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തൗഹീദും ആഖിറത്തുമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്തിന്? മരണശേഷം ഒരു ജീവിതമുണ്ട് അവിടെ വിജയിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ശരീരം കൊണ്ടും ഈ രൂപം കൊണ്ടും തിരിച്ചു വരും എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ള ഒരു സാധ്യതയുള്ള, ദാലിക റജ്ഉൻ ബഈദുൻ, ആ മടങ്ങി വരിക എന്നുള്ളത് വിദൂരമായൊരു കാര്യമാണ്. ഐ മുസ്തഹീലുൻ, അസംഭവ്യമായിട്ടുള്ളത്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തത്, അസംഭവ്യമായിട്ടുള്ള കാര്യത്തിനാണ് മുസ്തഹീലായ കാര്യം എന്ന് പറയുക. അഥവാ റജ്ഉൻ ബഈദ്, അത് വിദൂരമായിട്ടുള്ള ഒരു മടക്കമാണ്, അങ്ങനെ നടക്കാൻ പോകുന്നില്ല, മരിച്ച് മണ്ണായി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്നവർ പറയുന്നു. ഫറദ്ദല്ലാഹു സുബ്ഹാനഹു അലൈഹിം, ഈ വാക്ക് അവർ പറഞ്ഞപ്പോൾ അള്ളാഹു മറുപടി കൊടുത്തതാണ്.
ഈ വാക്ക് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഫാറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് സൂറത്ത് യാസീനിൻ്റെ അവസാനത്തെ ചില ആയത്തുകളുടെ തഫ്സീറുകളിൽ കാണാം, ഒരു വ്യക്തി വന്ന് ഒരു നുരുമ്പിയ എല്ല്, ദ്രവിച്ചു പോയ ഒരു എല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് കയ്യിലെടുത്തു. എന്നിട്ട് അത് അടിച്ച് ഇങ്ങനെ പൊടിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നേരെ ഊതിയിട്ട് പറഞ്ഞു, ഇതിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരുമെന്നാണോ നീ പറയുന്നത്? ഇതിനെ വീണ്ടും ജീവൻ നൽകി രൂപത്തിലാക്കി മനുഷ്യരൂപത്തിലാക്കി തിരിച്ചു കൊണ്ടുവരുമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മരിക്കും, നീ ഇതുപോലെ നിന്നെ തിരിച്ചു കൊണ്ടുവരും, നിന്നെ നരകത്തിലും അള്ളാഹു തആല പ്രവേശിപ്പിക്കും എന്ന കാഫിറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നുണ്ട്. അള്ളാഹു തആല സൂറത്ത് യാസീനിൻ്റെ അവസാനത്തിൽ അതെടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിന്തിക്കാൻ വിശ്വസിക്കാനേ സാധിക്കാത്തൊരു കാര്യമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. എന്നിട്ട് അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് അടുത്ത ആയത്ത്, 4-ാമത്തെ ആയത്തിൽ, ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും. അള്ളാഹു പറയുകയാണ്, ഖദ് അലിംനാ, നമുക്കറിയാം, നമുക്കറിവുണ്ട്, നാം അറിഞ്ഞിട്ടുണ്ട്. മാ തൻഖുസുൽ അർദു മിൻഹും, ഭൂമി അവരിൽ നിന്ന് ചുരുക്കുന്നത് എന്താണ്? നഖസ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, കുറക്കുക. ഭൂമി അവരിൽ നിന്ന് എന്താണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്, ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം, നമുക്കതിനെക്കുറിച്ച് അറിവുണ്ട്. ഐ ലം യഗിബ് അൻ ഇൽമിനാ മാ തഅകുലുൽ അർദ് മിൻ അജ്സാദിഹിം, അതായത് ലം യഗിബ് അൻ ഇൽമിനാ, നമ്മുടെ അറിവിൽ നിന്ന് ഒരിക്കലും ഗോപ്യമല്ല, അഥവാ നാം അറിയാതെ പോകുന്നില്ല. മാ തഅകുലുൽ അർദു, ഭൂമി എന്താണ് ഭക്ഷിക്കുന്നത്, മിൻ അജ്സാദിഹിം, അവരുടെ ശരീരത്തിൽ നിന്ന്. അഥവാ ഭൂമിയിലേക്കാണല്ലോ മനുഷ്യന്റെ ശരീരം വെക്കുന്നത്, അവിടെയാണല്ലോ ലയിച്ചു പോകുന്നത്. അപ്പോൾ ആ ഭൂമി ആളുകളെ എന്ത് ചെയ്യാണ്, കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മളത് ആലോചിച്ച് നോക്കും, കോടാനുകോടി ആളുകൾ ഇപ്പം ഏകദേശം ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ 800-1000 കോടി ആളുകൾ ജീവിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഓരോ തലമുറകളിലും ഇങ്ങനെ ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട്. അവരെല്ലാം മരണപ്പെട്ട് ആ മനുഷ്യന്റെ എണ്ണത്തിൽ നിന്ന് ഭൂരിഭാഗവും എവിടെയാണ്, ഭൂമിയിലേക്ക് ലയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, അവരിൽ നിന്ന് ഭൂമി എന്താണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എന്താണ് അവരിൽ നിന്ന് ലയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. അതൊന്നും നമ്മളിൽ നിന്ന് ഗോപ്യമായിട്ടില്ല. വഇൻദനാ കിതാബുൻ ഹഫീദുൻ, നമ്മുടെ അടുക്കൽ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബുമുണ്ട് എന്ന്. ഐ വഹുവ ഉമ്മുൽ കിതാബ്, അത് ഉമ്മുൽ കിതാബാണ്, അത് ഉമ്മുൽ കിതാബാണ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗഹുൽ മഹ്ഫൂദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികൾ സംഭവിക്കുന്ന സൃഷ്ടികളുടെ അവസാനം വരെ, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബാണ് അൽ-ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. അതിനെയാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയാറുള്ളത്. അതിലുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഒരു മാറ്റം സംഭവിക്കില്ല. അത് അതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. അതിലെന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് അതുപോലെ സംഭവിക്കും. ആ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ മുമ്പുള്ള കാര്യം അത് രേഖപ്പെടുത്തിയെന്ന് മാത്രം. ആ എഴുതി വെച്ചപ്പോഴോ മാത്രമാണ് അള്ളാഹുവിനെ അറിയുന്നത്? അല്ല, അള്ളാഹുവിൻ്റെ ഇൽമിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഉമ്മുൽ കിതാബിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ എപ്പോൾ മരിക്കണം, എവിടെ മരിക്കണം, എങ്ങനെയാകണം, ഭൂമിയിൽ എത്രത്തോളം അവർ ലയിച്ചു പോകണം, എന്തായിരിക്കണം അവരുടെ അവസ്ഥ, എങ്ങനെ എല്ലാ കാര്യങ്ങളും. വാബിത്തുൻ ലികുല്ലി ഷൈഇൻ കാന വസയകൂനു, അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല മറുപടി പറയുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ അവരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആളുകൾ കുഫാറുകൾ പറയുമ്പോൾ മണ്ണായതിനു ശേഷവും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ശേഷമൊക്കെ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ചിന്ത അവർക്ക് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സൂറത്തു ഖാഫിൻ്റെ തഫ്സീറിൽ ഒരു വളരെ ചിന്തിക്കേണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കേണ്ട അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട നല്ലൊരു ചർച്ച അല്ലെങ്കിൽ നല്ലൊരു വിശദീകരണം നൽകുന്നുണ്ട്. അഥവാ ഈ പുനരുദ്ധാനത്തിന് നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട വാദങ്ങളും അതിനുള്ള മറുപടിയുമായി കൊണ്ട് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽ ഫവായിദ് എന്ന കിതാബിൻ്റെ ആരംഭത്തിൽ സൂറത്ത് ഖാഫിൻ്റെ ഒരു തഫ്സീർ കൊടുക്കുന്നുണ്ട്. സൂറത്ത് ഖാഫിൻ്റെ തഫ്സീർ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ചർച്ച കാണാം. അതിൽ പറയുന്ന വിഷയം, ഈ പുനരുദ്ധാനത്തിനെ, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാറുള്ളത്.
അഥവാ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന് പറയുന്ന ആളുകൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇബ്നു ഖയ്യിം ഫവായിദിൽ പറഞ്ഞ കാര്യം വായിക്കാം. വഹുവ സുബ്ഹാനഹു യുഖർറിറുൽ മആദ ബിദിക്രി കമാലി ഇൽമിഹി വ കമാലി ഖുദ്റതിഹി വ കമാലി ഹിക്മതിഹി. അല്ലാഹു തആല എപ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ ഈ പുനരുദ്ധാനത്തിനെ സ്ഥാപിക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം ഖുർആനിൽ പുനരുദ്ധാനത്തിനെ സ്ഥാപിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹു പരാമർശിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായി 3 എണ്ണമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറയും, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കഴിവിനെ പറ്റി പറയും, 3 അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ പറ്റി പറയും. ഇപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി പറഞ്ഞു കണ്ടില്ലേ, അതുപോലെ فإن شبه المنكرين له كلها تعود إلى 3 أنواع. ഇവിടെ പുനരുദ്ധാനത്തിന് നിഷേധിക്കുന്ന ആളുകൾ അവരുടെ ശുബ്ഹത്തുകളെല്ലാം അവരുടെ സംശയങ്ങളെല്ലാം മടങ്ങുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലേക്കാണ്. അഹദുഹ, അതിലൊന്നാമത്തേത് ഇഖ്തിലാതു അജ്സാഇഹിം ബിഅജ്സാഇൽ അർദി അലാ വജ്ഹിൻ ലാ യതമയ്യസു വലാ യഹ്സുലു മഅഹു തമയ്യുസു ശഖ്സിൻ അൻ ശഖ്സിൻ. ഒന്നാമത്തേത് അവർ പറയാറുള്ളത് ഭൂമിയിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോവാണ്. മനുഷ്യന്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ ശരീരം, നമ്മൾ ആലോചിക്കണം, കോടാനുകോടി ആളുകൾ ഭൂമിയിലേക്ക് മറവ് ചെയ്യപ്പെട്ട് അവരുടെ ശരീരങ്ങളെല്ലാം ഭൂമിയിൽ ലയിച്ച് അതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കട്ടെ ആളുകളെ. അങ്ങനെ ലയിച്ചു പോയ ആളുകളെ എന്ത് ചെയ്യാനൊന്നും പറ്റൂല. ഇതൊക്കെ ആരെയാണ് ശരീരമൊന്നും അല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്, അറിയില്ല എന്നുള്ളത്, പിന്നെ അത് മനസ്സിലാവൂല. അസ്സാനി, രണ്ടാമത്തേത് അന്നൽ ഖുദ്റത ലാ തതഅല്ലഖു ബിദാലിക്. അങ്ങനെ പുറത്ത് കൊണ്ടുവരാനുള്ള കഴിവൊന്നും ഒരാൾക്കുണ്ടാവില്ല. ഒന്നിത് അറിയില്ല, കൂടി ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാകൂല. 2 അത് കൊണ്ടുവരാൻ സാധിക്കൂല, അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അസ്സാലിസ്, മൂന്നാമത്തെ ഒരു വാദം അവർ പറയാറുള്ളത് അന്നദാലിക അംറുൻ ലാ ഫായിദത ഫീഹി. അതിലൊരു ഫായിദയില്ല, അതിലൊരു കാര്യമില്ല, പുനരുദ്ധാനം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. വഇന്നമൽ ഹിക്മതു ഇഖ്തവദ് ദവാമ ഹാദൻ നൗഇൽ ഇൻസാനി ശൈഅൻ ബഅദ ശൈഇൻ ഹകദ അബദ. മനുഷ്യന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യുക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറ വരിക, അവർ ജീവിക്കുക, അതിനുശേഷം അടുത്ത തലമുറ വരിക, പിന്നെ ജീവിക്കുക, അതങ്ങനെ കഴിഞ്ഞു പോകലാണ്. കുല്ലമാ മാത ജീലുൻ, എപ്പോഴെല്ലാം ഒരു സമൂഹം മരിച്ചു പോകുന്നുവോ ഖലഫഹു ജീലുൻ ആഖർ, മറ്റൊരു സമുദായം വരുന്നു. ഫഅമ്മാ അയ്യുമീത നൗഅൽ ഇൻസാനിയ കുല്ലഹു സുമ്മ യുഹീഹു ബഅദ ദാലിക് ഫലാ ഹിക്മത ഫീ ദാലിക്. എല്ലാ മനുഷ്യരും മരിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതിൽ യാതൊരു ഹിക്മത്തുമില്ല, യാതൊരു യുക്തിയുമില്ല, അതിലൊരു കാര്യമില്ല എന്നുള്ളത്. ഈ 3 വാദങ്ങൾ അവർക്ക് ഉണ്ടാവുക. 1 വേർതിരിച്ചെടുക്കാൻ മനസ്സിലാവൂല, 2 അതിന് കഴിവുണ്ടാവൂല, 3 അതിലൊരു കാര്യമില്ല, അതിലൊരു യുക്തിയില്ല തിരിച്ചു കൊണ്ടുവരുന്നവരിൽ നിന്ന്. ഇനി അല്ലാഹു തആല ഈ മആദിനെ സ്ഥാപിക്കുന്നിടത്ത്, അഥവാ പുനരുദ്ധാനത്തിനെ ബഅസിനെ സ്ഥാപിക്കുന്നിടത്തെല്ലാം ഈ 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഖയ്യിം തുടർന്ന് പറയാണ് ഫജാഅത് ബറാഹിനുൽ മആദി ഫിൽ ഖുർആനി മബ്നിയതൻ അലാ 3 ഉസൂൽ. ഈ മആദിനെ സംബന്ധിച്ച്, അഥവാ പരലോകത്തെ പുനരുദ്ധാനത്തിനെ സംബന്ധിച്ച് എല്ലാം പരാമർശിക്കുന്നതിൽ ഖുർആനിൽ വന്നിട്ടുള്ളതെല്ലാം തെളിവുകളെല്ലാം 3 അടിസ്ഥാനത്തിന്റെ മേലെയാണ് നിലനിൽക്കുന്നത്, 3 ഉസൂലുകളുടെ മേലെ. അഹദുഹ, ഒന്നാമത്തെ ഉസൂൽ തഖരീറു കമാലി ഇൽമി റബ്ബി സുബ്ഹാനഹു, അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഇൽമിനെ സ്ഥാപിച്ചുകൊണ്ട്. അതായത് ഒന്നാമത് അവർ പറയുന്ന വാദം എന്താ, മനസ്സിലാക്കാൻ സാധിക്കൂല, ഭൂമിയിലേക്ക് ലയിച്ചു പോയാൽ പിന്നെ വേർതിരിച്ചറിയാനൊന്നും പറ്റൂല. പക്ഷെ അള്ളാഹു മറുപടി പറയുമ്പോൾ അള്ളാഹു നീ പറയാറുള്ള കാര്യം അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിപൂർണതയെ പറ്റിയിട്ടാണ്. കമാ ഖാല ഫി ജവാബി മൻ ഖാല, ഏതുപോലെ സൂറത്ത് യാസീനിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സംഭവം പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി ആയിക്കൊണ്ട് സൂറത്ത് യാസീനിലെ 78 മുതൽ 89 വരെയുള്ള 78 മുതൽ 79 വരെയുള്ള ആയത്തുകളെ ആ സംഭവം അതിൽ പറയുന്നത്, ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ചോദ്യം മയ്യുഹിൽ ഇളാമ വഹിയ റമീം, ഇതിങ്ങനെ പൊടിഞ്ഞു പോയതിന് ശേഷം ആരാണ് വീണ്ടും ഇതിനെ ജീവിപ്പിക്കുക എന്നുള്ള ചോദ്യം. അതിന് മറുപടിയായി അള്ളാഹു പറഞ്ഞത് ഖുൽ യുഹിയല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീമുൻ. അള്ളാഹു മറുപടി പറയാൻ നബിയെ പറയുക, യുഹിയല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യ തവണ ആരാണോ അതിനെ ഉണ്ടാക്കിയത്, ആദ്യ തവണ അത് ഉണ്ടായല്ലോ. ഇപ്പൊ എല്ല് പൊടിച്ച് കളയണമെങ്കിൽ ആദ്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവണല്ലോ. ആദ്യ തവണ ആരാണോ അതിനുണ്ടാക്കിയത് അവൻ വീണ്ടും ഉണ്ടാക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ, അവൻ എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും എല്ലാ സൃഷ്ടിയെക്കുറിച്ചും അലീമുൻ, അറിവുള്ളവനാണ്. അവിടെ അള്ളാഹു മറുപടി പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ അലീം എന്നുള്ള നാമം കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. എല്ലാ മേഖലയിലും വലിയ സ്വാധീനമുണ്ട്.
അത് ഇൽമാവട്ടെ, അമലാവട്ടെ, തഖ്വയാവട്ടെ, ഇതുപോലെ കുഫാറുകൾക്കും അതുപോലെ തന്നെ ആളുകൾക്കുള്ള റദ്ദ് ചെയ്യുന്നിടത്താവട്ടെ, അതിലെല്ലാം അതിന് സ്വാധീനമുണ്ട്. അവിടെ ഇൽമു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. മറ്റൊരായത്ത് സൂറത്തുൽ ഹിജ്റിലെ ആയത്തുകൾ 85-86 ആയത്തുകൾ കൊടുക്കുന്നുണ്ട്. വഖാല വഇന്ന الساعة لآتية فاصفح الصفح الجميل ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. അവിടെ പറയാണ് എന്തായാലും അന്ത്യനാൾ സംഭവിക്കും. അഥവാ നിഷേധികളുടെ ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നിഷേധിക്കുമ്പോഴൊക്കെ അള്ളാഹു മറുപടി പറയാണ് അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. കുറച്ച് സമയമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞത് ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നവനും അലീമുമാണ്, അറിവുള്ളവനാണ്. അവിടെയും മറുപടി പറയുന്നത് അലീം എന്ന് പറഞ്ഞ. ഇവിടെ സൂറത്ത് ഖാഫിൽ നോക്കൂ. വഖാല ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും. ഭൂമി അവരിൽ നിന്ന് എന്താണ് ചുരുക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം അള്ളാഹുവിന് അറിവുണ്ട്. എവിടെ എത്ര ആളുകളാവട്ടെ, കോടിക്കണക്കിന് ആളുകൾ ഒരേ സ്ഥലത്ത് ഒരേ മണ്ണിൽ ലയിച്ചു പോയാലും അത് എവിടൊക്കെയാണ് ഭൂമി അതിനെ ചുരുക്കിയിട്ടുള്ളത്, അഥവാ ഭൂമി അതിനെ തിന്ന് തീർത്തിട്ടുള്ളത്, അതിൽ ഓരോരുത്തരെയും എങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് അള്ളാഹുവിന് അറിവുണ്ട്. എത്ര കൂടിക്കലർന്നാലും അള്ളാഹുവിന് അതിൽ ഒരു സംശയമോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല. അപ്പോൾ അറിവുണ്ട് പറഞ്ഞു. രണ്ടാമത്തെ അവരുടെ വാദം എന്താണ്? അതിന് കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ലയിച്ചു പോയി കഴിഞ്ഞ ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പഴയ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കുതിറത്തില്ല എന്നുള്ളതാണ്. വസ്താനി അള്ളാഹു അതിന് മറുപടി പറയാറുള്ളത് രണ്ടാമത്തെ ഉസൂൽ തഖരീറു കമാലി ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ പരിപൂർണമായ കഴിവിനെ സ്ഥാപിച്ചുകൊണ്ടാണ്. കഖൗലിഹി, ഏതുപോലെ സൂറത്ത് യാസീനിലെ 81-ാമത്തെ ആയത്തിൽ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ ആയത്തുകളെ തുടർന്നുകൊണ്ട് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമാണ്. അള്ളാഹു ചോദിക്കുകയാണ്, ഈ ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ചവന് നിങ്ങളെ വീണ്ടും ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കില്ലയോ എന്നുള്ളത്. ഈ ആകാശഭൂമി സൃഷ്ടിച്ചവന്, അഥവാ മനുഷ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എത്ര 1/4 മാത്രമാണ് കരഭാഗമുള്ളത്, അതിലാണ് മനുഷ്യനുള്ളത്. അതിനപ്പുറത്ത് കടലിനകത്ത് തന്നെ ഒരുപാട് ജീവികളുണ്ട്. അത് മനുഷ്യനേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. ആകാശത്ത് ഓരോ ആകാശങ്ങളിലും അതിൽ മനുഷ്യനെ അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യന് പഠിക്കാൻ സാധിച്ചിട്ടുള്ള മേഖലയിൽ തന്നെ അത്ഭുതങ്ങൾ എണ്ണിയാൽ തീരുന്നില്ല. അപ്പോൾ അത് സൃഷ്ടിച്ചവന് വീണ്ടും ഇതൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? സൂറത്തുൽ ഖിയാമയിലെ 4-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട് വഖൗലുഹു ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവുള്ളവനാണ്. എന്തിന്? അവരുടെ വിരലടയാളങ്ങൾ, വിരൽ തുമ്പുകൾ പോലും നേരാക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഇതിനെ ആധുനികമായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിലൊക്കെ പറയാറുണ്ട്. അഥവാ ഏറ്റവും നിസ്സാരമായി തോന്നുന്ന ഈ ഭാഗം വരെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൽ ആധുനികമായിട്ടുള്ള പല രീതിയിൽ പറയുന്നത് കാണാം. മനുഷ്യൻ്റെ ഏതൊരു രൂപം കൊണ്ടും സാമ്യതയുള്ള എത്ര ഉണ്ടെങ്കിലും ഈ വിരലിൻ്റെ അടയാളങ്ങൾ അത് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന നിലക്ക് ഇന്ന് വളരെയധികം ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. അത്രയും ഐഡൻറ്റിക്കൽ ട്വിൻസിൽ മാത്രമേ ഒരുപോലെ വരാൻ സാധ്യതയുള്ളൂ. അതല്ലാത്തൊക്കെ വ്യത്യസ്തമായിരിക്കും എന്ന നിലക്കൊക്കെ പറയുന്നത് കാണാം. അല്ലാഹു തആല ഏതൊരു നിസ്സാരമായ വിരലറ്റം പോലും അതുപോലെ തന്നെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. അതുപോലെ സൂറത്തുൽ ഹജ്ജിലെ 6-ാമത്തെ ആയത്തിൽ ദാലിക ബിഅന്നല്ലാഹു ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗതാ വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്ത് ശരിക്കും പഠിക്കേണ്ട ഒരു ആയത്താണ്. ഈ പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, ബഅത്തിനെ സംബന്ധിച്ച് സംശയമുള്ള ആളുകളോട് അല്ലാഹു തആല പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഓരോ സൃഷ്ടിപ്പിൻ്റെ ഘട്ടവും പറഞ്ഞിട്ട് മനുഷ്യൻ്റെ അവസാനവും പറഞ്ഞിട്ട് ഇനി ആകാശത്ത് മഴ പെയ്ത് ചെടികൾ മുളച്ചു വരുന്നതിനെയും പറ്റി പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു ഹക്കായിട്ടുള്ളവനാണ്. വഅന്നഹു യുഹ്യിൽ മൗത, അള്ളാഹു മരിച്ചവരെ പുനർജീവിപ്പിക്കും. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ ആയത്തുകളിലൊക്കെ മറുപടി നോക്കൂ. ബിഖാദിരിൻ, ഖാദിരീന, ഖദീറുൻ, അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക, പുനരുദ്ധാനം നടത്തുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ അസ്ല അതാണ്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഇൽമിനെ കൊണ്ട് മറുപടി പറയും. അള്ളാഹു അവൻ്റെ ഖുദ്റത്തിനെ സ്ഥാപിച്ചുകൊണ്ട് പറയാറുണ്ട്. എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ച് പറഞ്ഞ ആയത്തായിക്കൊണ്ട് സൂറത്ത് യാസീൻ 81-ാമത്തെ ആയത്ത് കൂടി ഇബ്നു ഖയ്യിം കൊടുക്കുന്നുണ്ട്. വയജ്മഉ സുബ്ഹാനഹു ബൈനൽ അംറൈൻ കമാ ഫീ ഖൗലിഹി അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. നേരത്തെ പറഞ്ഞ ഒരേ ആയത്താണ്. ഖല്ലാഖുൽ അലീം എന്നുള്ള ആയത്തിൽ തന്നെയാണ്
ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുദ്റത്തിനെയും ഇൽമിനെയും ഒരുമിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തെ അവരുടെ വാദം ഈ പുനരുദ്ധാനം കൊണ്ടൊരു കാര്യവുമില്ല എന്നുള്ളത്. അസ്സാലിസ് മൂന്നാമത്തേത് കമാലു ഹിക്മതിഹി. അതിനുള്ള മറുപടി എന്താണ്? അല്ലാഹു തആല ഹക്കീമാണ്, അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഹിക്മത്തിനെ സ്ഥാപിച്ചുകൊണ്ടാണ്. കഖൗലിഹി, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു വമാ ഖലഖനസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. സൂറത്തുൽ ദുഖാനിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നാം സൃഷ്ടിച്ചിട്ടില്ല അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും, വമാ ബൈനഹുമാ, അതിനിടയിലുള്ളതിനെയും, ലാഇബീൻ, കളിയായിക്കൊണ്ട്, അഥവാ യാതൊരു ഉദ്ദേശവുമില്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടി തമാശയായിക്കൊണ്ട് കളിയായിക്കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല. അഥവാ അല്ലാഹു തആല ഒരിക്കലും ലൈബായിക്കൊണ്ടോ ലഹുവായിക്കൊണ്ടോ ഒരു കാര്യവും ചെയ്യുന്നവനല്ല. അള്ളാഹു ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടാകും. അപ്പോൾ അല്ലാഹു തആല വെറുതെ കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. അതുപോലെ സൂറത്ത് സ്വാദിലെ 27-ാമത്തെ ആയത്തിൽ വഖൗലുഹു വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, മറ്റൊരായത്ത് പറയാണ് നാം ആകാശഭൂമികളെ ബാത്തിലായിക്കൊണ്ട് നിരർത്ഥകമായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. സൂറത്ത് ഖിയാമയിലെ 36-ാമത്തെ ആയത്തിൽ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ അങ്ങോട്ട് വിട്ടേക്കുമെന്ന്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 ആയത്തുകളിൽ അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ്, നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ്, നമ്മുടെ അടുക്കിലേക്ക് മടക്കില്ല എന്നുള്ളത്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്ത് അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും. അല്ലാഹുവിന്റെ ചോദ്യം. ഈ ആയത്ത് കേട്ടിട്ട് ചില സലഫുകൾ രാത്രി നിസ്കാരത്തിൽ അവർ കരഞ്ഞ് ഈ ആയത്ത് മാത്രം പാരായണം ചെയ്ത് കരഞ്ഞ ചില അസ്റുകൾ കാണാം. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആത്ത്, പാപങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, അവരെ നാം ആക്കുമെന്ന്. ഏതുപോലെ? അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ പോലെ മാറ്റുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അതായത് പാപങ്ങൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് ശിർക്കും കുഫറും അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടോ മരണശേഷം അവരെയും ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ച് സൂക്ഷിച്ച് ചെയ്തു പോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് കേണ് തൗബ ചെയ്ത് മടങ്ങി പാപങ്ങളെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പോലെ ആക്കുന്നവർ വിചാരിക്കുന്നുണ്ടോ? മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാക്കുന്ന അവർ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് പറയാണ് സാഅ മാ യഹ്കുമൂൻ. അവർ അങ്ങനെ ഒരു കാര്യം അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് മോശമാണ് അവർ വിചാരം, അവരുടെ ഉദ്ദേശം, അവരുടെ തീരുമാനം, അവരുടെ വിധി എന്ത് മോശമാണ്. അത് ഒരിക്കലുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയും ഈ പുനരുദ്ധാനം എന്നുള്ള കാര്യത്തിന് അതിൻ്റെ ഹിക്മത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ വലിയ വിഡ്ഢിത്തമുണ്ടോ? അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകൾ, എല്ലാവിധ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ച ആളുകൾ, അല്ലെങ്കിൽ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, വലിയ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച ആളുകൾ, അവർക്ക് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്താണ്? മാക്സിമം പോയി കഴിഞ്ഞാൽ അവരെ വധശിക്ഷ ആക്കാം. അഥവാ ഒരു 10 ആളെ കൊന്നൊരാൾക്കും ഒരാളെ കൊന്നൊരാൾക്കും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എന്താ? അയാളെ കൊല്ലുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ അതേ സമയത്ത് നല്ല രീതിയിൽ ഇതൊന്നും ചെയ്യാതെ ദീനൊന്നും വേണ്ട, ഒരു അക്കല് കൊണ്ട് ചിന്തിച്ചാൽ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ തെറ്റുകളൊന്നും ചെയ്യാതെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ജീവിച്ച ഒരാളും എല്ലാവിധത്തിലും ഉപദ്രവം ചെയ്ത് തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, ഇവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് ഒരുപോലെയായി എന്ന് വിശ്വസിക്കുന്ന എന്ത് വിഡ്ഢിത്താണ്. അപ്പോൾ ഒരു പുനരുദ്ധാനത്തിന്, ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും അവിടെ നരകവും സ്വർഗവും ശിക്ഷയും പ്രതിഫലവും ആ കാര്യം ഉണ്ടാവണം എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ തേട്ടാണ്. ഏത് മനുഷ്യനും അവൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമാണ്. പല നിരീശ്വരവാദികളുടെയും നാവിൽ നിന്ന് അവരുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ ഇത് വന്നതായിട്ട് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഹിക്മത്ത് എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ട് വെറുതെ അല്ല, ഇതിന് ശേഷം ഒരു ലോകമുണ്ട്, അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ഈ 3 രീതിയിൽ അള്ളാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. 1 അള്ളാഹുവിൻ്റെ ഇൽമിനെ സ്ഥാപിച്ചുകൊണ്ട്, 2 ഖുദ്റത്തിനെ സ്ഥാപിച്ചുകൊണ്ട്, 3 ഹിക്മത്തിനെ സ്ഥാപിച്ചുകൊണ്ട്. ഇത് സൂറത്തുൽ ഖാഫിൻ്റെ തഫ്സീറിൻ്റെ ഭാഗത്ത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നിരീശ്വരവാദികളുടെ എല്ലാം ശുബ്ഹത്തുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
രൂപത്തിൽ ഈ 3 ഉസൂലുകളിൽ നിന്നുകൊണ്ട് വേണം നാം പുനരുദ്ധാനത്തിനെ സ്ഥാപിക്കാൻ. കാരണം അള്ളാഹു അങ്ങനെയാണ് ഖുർആനിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ദഅവത്ത് നടത്തുമ്പോഴെല്ലാം ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ഈ ഒരു സംസാരത്തെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ കാര്യത്തെ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് 5-ാമത്തെ ആയത്തിൽ കാണാം. ബൽ കദ്ദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും, പക്ഷേ അവർ കദ്ദബൂ, അവർ കളവാക്കി, ബിൽ ഹഖ്, ഹഖിനെ, ഈ ഹഖ് ഖുർആനാണ് ഉദ്ദേശിക്കുന്നത് അഥവാ അല്ലെങ്കിൽ റസൂലാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലക്ക് കാണാം. ഖുർആനാണെന്നാണ് അധികം മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഈ ഖുർആനിനെ അല്ലെങ്കിൽ ദീനിനെ, ഈ ശരീഅത്തിനെ, ഈ റസൂലിനെ എല്ലാം അതിൽ അർത്ഥം വെക്കാം. കളവാക്കി, ലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ, ഐ കദ്ദബൂ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അവർ അല്ലാഹുവിന്റെ റസൂലിനെ കളവാക്കി. റസൂലിനെ കളവാക്കി പറഞ്ഞാൽ ഖുർആനെയും ദീനെയും എല്ലാം കളവാക്കി. വബിമാ ജാഅ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെയും ഖുർആനെയും എല്ലാം മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്ന്, വഹുവൽ ഖുർആനുൽ കരീം, അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് ഈ ഖുർആനാണ്. ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവർ കളവാക്കുകയുണ്ടായി. ഫഹും, അവരാണെങ്കിലോ, ഫി അംരിൻ മരീജിൻ, അവർ ഒരു കാര്യത്തിലാണ്. മരീജ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം മുഖ്തലിത്ത്, മിക്സായത്, കൂടിക്കലർന്ന് എന്നാണ്. പക്ഷേ പൊതുവെ അറബിയിൽ മരീജ് എന്നുള്ള പദം ഇളകിക്കൊണ്ടിരിക്കുന്ന, ഒരു ശരിയായ സ്റ്റഡി അല്ലാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളതിൽ ഉപയോഗിക്കാറുണ്ട്. അഥവാ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് അവർ. അവരുടെ കാര്യം അവർക്ക് തന്നെ ഉറപ്പില്ലാത്തൊരവസ്ഥ. ഈ മുഖ്തലിത്തുൻ താറത്തുൻ യഖൂലൂൻ, കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും ഒരു ന്യായം പറയണ്ടേ. അവർ ഒരേ ഒരു ന്യായത്തിൽ നിന്നിട്ടല്ല പറയുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സമയത്ത് അവർ പറയും സാഹിറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറാണ്. എല്ലാ നബിമാരെയും പറഞ്ഞിട്ടൊരു വാക്കാണ് സാഹിറാണ് എന്നുള്ളത്. വൗഖ്റാ മജ്നൂനുൻ, മറ്റു ചില സമയത്ത് അവർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് അവർ പറയും, അല്ലെങ്കിൽ റസൂലുകളെ പറ്റി പറയുന്നതാണ് മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്ന നിലക്കൊക്കെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ എതിർക്കാൻ നോക്കും. അവർ തന്നെ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിലാണ് അവർ സംസാരിക്കുക, അവർ പറയുക എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഫിരീങ്ങളുടെ ഈ വാദവും അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമിനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അറിവിനെ സ്ഥാപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ നിരീശ്വരവാദികളുടെ ആവട്ടെ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ആവട്ടെ, അങ്ങനെയുള്ള ഏതൊരു വിഭാഗത്തിൻ്റെയും അവരുടെ വാദം ഈ 3 കാര്യങ്ങളിലുള്ള സംശയം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഈ കൂടിക്കലർന്നാൽ പിന്നെ വേർതിരിച്ചറിയാൻ സാധിക്കില്ല, അതിന് കൊണ്ടുവരാൻ കഴിവുണ്ടാവില്ല, അതിലൊരു കാര്യവുമില്ല. ഈ 3 അടിസ്ഥാനത്തിനെ, അല്ലെങ്കിൽ അല്ലാഹു തആല ഇതിനെ എതിർത്തിട്ടുള്ളത് 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. 1 അള്ളാഹുവിൻ്റെ ഇൽമിനെ സ്ഥാപിച്ചുകൊണ്ട്, 2 അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സ്ഥാപിച്ചുകൊണ്ട്, 3 അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ സ്ഥാപിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളെ പറ്റി അറിയുക, അള്ളാഹു അലീമാണ്, ഖദീറാണ്, ഹക്കീമാണ് എന്നറിയുക എന്നുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ, പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലും വലിയ ദൃഢത നമുക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങൾക്കും സിഫത്തുകൾക്കും പ്രത്യേകതയുണ്ട്. പക്ഷേ ഈ 3 എണ്ണത്തിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിനെ ദൃഢപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. ഇനി അതിനുശേഷമുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ഈ ഭൂമിയിൽ മനുഷ്യന് കാണാനും മനസ്സിലാക്കാനും കേൾക്കാനും ചിന്തിക്കാനും കഴിയുന്ന ചില ദൃഷ്ടാന്തങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ കാര്യത്തെ സമർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പിനെയും അള്ളാഹുവിൻ്റെ കഴിവിനെയും എല്ലാം ബോധ്യപ്പെടുത്തുന്നത് ആ നിലക്കാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്താനുമെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.